എല്ലാ ദിവസവും 120 റഹ്മത്തുകൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭവനമുണ്ട്. ഏതാണെന്നറിയാം? നമുക്കൊരു ഹദീസ് കേൾക്കാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, യുൻസിലുല്ലാഹു കുല്ല യൗമിൻ 20 വ 100 റഹ്മ, 20 വ 100 റഹ്മ. അല്ലാഹു തആല എല്ലാ ദിവസവും 120 റഹ്മത്ത് വർഷിപ്പിക്കും. അതില് 60 മിൻഹ ലിത്തവാഫീൻ, അതിൽ 60 റഹ്മത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 120 എണ്ണത്തിൽ നിന്ന് 60 എണ്ണം തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുകയാണ്. പിന്നെ ലിൽ ആകിഫീന ഹൗലൽ ബൈത്ത്, അതിൽ നിന്ന് 40 റഹ്മത്ത് അള്ളാഹുവിന്റെ കാരുണ്യം പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നതാണ്. പിന്നെ വഇശ്റൂന മിൻഹ ലിന്നാദിരീന ഇലൽ ബൈത്ത്, അള്ളാഹു ഇറക്കുന്ന 120 റഹ്മത്തിൽ നിന്ന് 20 റഹ്മത്ത് പരിശുദ്ധമായിരിക്കുന്ന കഅബാലയം നോക്കിയിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നതാണ്. അപ്പൊ ആ പരിശുദ്ധ ഭവനത്തിൽ അള്ളാഹു പ്രത്യേകമായി കൊണ്ട് 120 റഹ്മത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു വർഷിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നത് പരിശുദ്ധമായിരിക്കുന്ന കഅബാലയം തവാഫ് ചെയ്യുന്ന ആളുകൾക്കാണ്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അൽ മുഅ്ജമുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിശുദ്ധ ഭവനത്തിലെത്താനും തവാഫ് നിർവഹിക്കാനും അതുപോലെയുള്ള പുണ്യമായിരിക്കുന്ന അമലുകളൊക്കെ അധികരിപ്പിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.